ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇലാഗോയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ മിസ്റ്റർ എബിനെയാണ്. ഹായ് എബിൻ. ഹായ്. ഓൾറെഡി നിങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിഷിലുമായി സംസാരിച്ചു, ഒത്തിരി കാര്യങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇലാഗോയിൽ ഈ ടെക്നോളജിയുടെ റോഡ് മാപ്പ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഇലാഗോയിൽ ടെക്നോളജി വളരെ നാളുകളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ഇനിയുള്ള ഒരു കാലത്ത് നമ്മൾ ടെക്നോളജിയുടെ റോഡ് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നത്. അത് എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ്, പ്രോപ്പർട്ടി, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, അത് എയുടെ ഒരു ബാക്കിംഗ്, ഗൂഗിളിൻ്റെ ജിമിനി എയുടെ ബാക്കിങ്ങോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കുറേയധികം ഫെസിലിറ്റീസ് നമ്മൾ കസ്റ്റമേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് പ്രോപ്പർട്ടി ഫൈൻഡിങ് മുതലാണെങ്കിലും അതിൻ്റെ ലീഗൽ വാലിഡേഷൻസും അതുപോലെ ലീഗൽ വെരിഫിക്കേഷൻസും ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട്. അത് കുറേയൊക്കെ നമ്മൾ ഓൾറെഡി ആയിട്ടുണ്ട്. നമ്മളത് ഇപ്പോൾ കസ്റ്റമറിന് ഓൾറെഡി ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ശരിക്കും ഇലാഗോയിൽ ഒരു കസ്റ്റമർ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവർക്ക് ഇതൊരു ആഡ് ഓൺ സർവീസ് ആയിട്ട് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും കാര്യങ്ങളും കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊരു ആഡ് ഓൺ സർവീസ് എന്നതിലുപരി കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻവെന്ററിയിൽ നിന്നും ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ബിൽഡേഴ്സിൻ്റെയും പ്രോപ്പർട്ടി ആയിട്ട് ഓൾറെഡി അലൈൻഡ് ആണ്. ആ പ്രോപ്പർട്ടി നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫേർഡ് ലൊക്കേഷൻ ആൻഡ് പ്രിഫേർഡ് അമ്യൂണിറ്റീസോ പ്രിഫേർഡ് ആയിട്ടുള്ള എന്തൊക്കെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, അത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതം വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ച് കസ്റ്റമറിന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ അഡീഷനും കൂടി എന്ന് വെച്ചാൽ ഇപ്പോൾ ഓവർ ദി 20 years എത്രമാത്രം അപ്രിസിയേഷൻ ആ പ്രോപ്പർട്ടിക്ക് വരാൻ ചാൻസസ് ഉണ്ട്, എത്ര റെന്റൽ ഈൽഡ് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, Airbnb പോലുള്ള ഓപ്പർച്യൂണിറ്റീസിൽ നിന്ന് എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ലൊക്കേഷൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ പ്രാധാന്യം, അങ്ങനെയുള്ള പല കാര്യങ്ങളും, തൊട്ടടുത്തുള്ള അമ്യൂണിറ്റീസ്, ടൂറിസ്റ്റ് പ്ലേസസ് അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ പ്രാധാന്യം, ഇങ്ങനെയൊക്കെ നോക്കി നമുക്ക് അതിനൊരു ബ്രോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ സാങ്കേതിക വിദ്യ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എയുടെയും ഗൂഗിളിൻ്റെയും സാങ്കേതിക വിദ്യകൾ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കസ്റ്റമറിന് എപ്പോഴും ഒരു വാല്യൂ അഡീഷൻ ആയിരിക്കും. ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുപരി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോങ് ടൈമിൽ എങ്ങനെ അതിനൊരു വാല്യൂ അഡീഷൻ കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറിയ കാര്യമല്ല, ഒരു 10 ദിവസം കൊണ്ട് എടുക്കാവുന്ന പണിയാണ് വെറും 1 മണിക്കൂർ കൊണ്ട് ഇലാഗോയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. റിയലി അപ്രീഷിയേറ്റഡ്. കാരണം നമ്മൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കുള്ളത്. ട്രഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നു, പോകുന്നു. ഇതൊന്നും അല്ലാതെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് റിയലി അപ്രീഷിയേറ്റഡ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു കസ്റ്റമറാണെന്ന് വിചാരിക്കുക, ഞാൻ ഇവിടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസാണ് ഈ ടെക്നോളജിയിൽ കിട്ടും? ടെക്നോളജിയിൽ ഇപ്പോൾ പ്രൈമറിലി നമ്മളിപ്പോൾ ചെയ്യുന്നത് വൺ ഓഫ് ദി പ്രൈമറി സർവീസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഐഡന്റിഫിക്കേഷൻ ആണ്. സോ അൽഗോരിതം വെച്ചിട്ട് അൽഗോരിതംസ് വെച്ചിട്ട് നമ്മൾ ബെസ്റ്റ് സൂട്ടഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു റെന്റൽ ഈൽഡ്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു റെന്റൽ ഈൽഡ്, അപ്രിസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രോപ്പറായിട്ട് ഗൂഗിളിൻ്റെ സാറ്റലൈറ്റ് ഇമേജസും അതുപോലെ തന്നെ അവിടെ നിയർ ബൈ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് നമ്മൾ കൊടുക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ സമയത്ത് ഉണ്ടാവുന്ന ലീഗൽ വെരിഫിക്കേഷൻസ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ്, അതുപോലെ തന്നെ കമ്പയറൻസ്, അതുപോലെ തന്നെ ലീഗൽ വെറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സാങ്കേതിക വെച്ചിട്ട് പ്രൂഫ് റീഡിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രൈമറിലി ഇപ്പോൾ കൊടുക്കുന്ന സർവീസസ്. ഫ്യൂച്ചർ റോഡ് മാപ്പിലേക്ക് നമ്മൾ കൂടുതൽ സർവീസുകളും കൂടുതൽ ഫെസിലിറ്റീസും ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ നമ്മുടെ ഫെസിലിറ്റീസ് എല്ലാം നമ്മുടെ ഓഫീസിൽ അവൈലബിൾ ആണ്. ഓഫീസിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഫ്യൂച്ചറിലേക്ക് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആക്കി കൊണ്ടുവരാനും ഇതിനെ നോക്കുന്നുണ്ട്. വെരി ഗുഡ്, റിയലി അപ്രീഷിയേറ്റഡ്. ഇപ്പോൾ ഒരു എബ്രോഡ് ഇരിക്കുന്ന ഒരാൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരു കോൺഫറൻസിൽ കൂടെ? തീർച്ചയായും. നമ്മൾ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഫെസിലിറ്റി അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ്, ഇൻട്രസ്റ്റഡ് ആവുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള, നമ്മുടെ ഒരു ഇൻവെന്ററിയിലേക്കുള്ള ആക്സസും അതിലെ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് വെർച്വലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ഫിസിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും ദോസ് ആർ നോട്ട് ഏബിൾ ടു ട്രാവൽ, അവർക്ക് നമുക്ക് വെർച്വൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷനും കൊടുക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. റിയലി അപ്രീഷിയേറ്റഡ്. ഈ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇലാഗോ ഒരു ചെറിയൊരു കാര്യമല്ല. നേരത്തെ ഓൾറെഡി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിഷിൽ പറഞ്ഞ മാതിരി
പുതിയ കാലഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ അതിന് കൂടെ നടക്കാനായിരിക്കും ഇലാഗോക്ക് താല്പര്യം. അപ്പോൾ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് മിസ്റ്റർ നിഷിലും മിസ്റ്റർ എബിനൊക്കെ ശ്രമിക്കുന്നത്. എന്തായാലും ഇലാഗോ ഉയരങ്ങളിലേക്ക് വെച്ചടി മുകളിലോട്ട് വരട്ടെ. ഇന്റർനാഷണൽ ലെവലിലോട്ട് ഓൾറെഡി അവർ ദുബായുമായി കണക്ട് ചെയ്ത് UAE ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി മറ്റു രാജ്യങ്ങളിലും കൂടിയും വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. മറ്റു രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ അബ്രോഡിലെ പ്രോപ്പർട്ടീസും ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇലാഗോക്ക് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ഹാപ്പി ടു ഹിയർ ദാറ്റ് ആൻഡ് സോ മെനി കസ്റ്റമേഴ്സ് ആർ വെയിറ്റിംഗ് ഫോർ യു. ദെൻ എനിക്ക് കേട്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് റെഫർ ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒത്തിരി എൻക്വയറി നിങ്ങൾക്ക് വന്നേക്കാം. അത് നേരത്തെ മിസ്റ്റർ നിഷിൽ പറഞ്ഞ മാതിരി പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ ഇത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്.